ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതനങ്ങ മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ ഈ ഒരു പാത്രം അടുക്കളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ നാട്ടിൽ ആങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തോ പാത്രം അടുക്കളൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഒരു വഴുതനങ്ങ മെഴുക്കുപുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടുക്കളത്തോട്ടത്തിലത്തെ വഴുതനങ്ങ വെച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ ഒരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണ വിഭവങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണല്ലേ. ഒട്ടും വിഷാംശങ്ങളൊന്നും അടിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാടൻ വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പറിച്ചിട്ടെടുക്കാം. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ. നാട്ടിലേക്കൊക്കെ വരുന്ന കാരണമാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റായത്. ഇനി എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. സ്വന്തമായിട്ട് വീടൊക്കെ ചെന്നൈയിലാണ് കേട്ടോ. ഇവിടെ ഞാൻ വെക്കേഷന് മാത്രമാണ് വരാറുള്ളത്. അപ്പോൾ അതേ എല്ലാ വഴുതനങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നെടുകെക്കൂടെ ഇങ്ങനെ കീറി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വല്ല പുഴൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു വഴുതനങ്ങളുടെ ഉള്ളിലൊന്നും പുഴൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് വേണം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വഴുതനങ്ങയുടെ കളറൊന്നും മാറിപ്പോവില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വഴുതനങ്ങ ആകെ ഇങ്ങനെ കറുത്തിട്ടൊക്കെ പോവും. അപ്പോൾ ഇതേ എല്ലാതും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് എടുത്താലും മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുക് ഇപ്പോൾ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 പച്ചമുളക് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 5 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിവേപ്പില കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന വരയ്ക്ക് വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വരട്ടെ. അപ്പോൾ ഇത് നല്ലോണം തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയില്ല അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരല്പം ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു പൊടികളുടെ പച്ചമണം പോണ വരയ്ക്ക് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അടുപ്പ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഈ ഒരു പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വഴുതനങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്തിട്ടൊക്കെ കിട്ടും. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ കിടന്നിട്ടാണ് ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് വരേണ്ടത്. അപ്പോൾ അതേ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചേക്കാം. അതിന് ശേഷം ഇത് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. അതല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടിയും അടച്ചു വെച്ചിട്ടൊക്കെ വേവിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടൊക്കെ വേവിച്ചിട്ടെടുത്തിട്ട് ഈ ഒരു വഴുതനങ്ങ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ട് കിട്ടുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിൽ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞിട്ടൊക്കെ വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്